ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ഒരു മാസത്തിന് ശേഷം ഹസൻ ഖാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹസൻ ഖാൻ എന്തെങ്കിലും വിശേഷം? അടിപൊളിയല്ലേ? ഈ പ്രാവശ്യം നമ്മൾ വന്നിട്ട് എന്ത് സ്പെഷ്യൽ ഓഫർ ഉണ്ടോ? സ്പെഷ്യൽ ഓഫർ ഉണ്ട്. മാക്സിമം വില കുറച്ച് കൊടുക്കുന്നത് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ. ഓണായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഫുൾ ടാങ്ക് എണ്ണ ചെറുവണ്ടികൾക്ക് 30 ലിറ്റർ ഈ ഓണം അങ്ങനത്തെ ഫുൾ ആവും. വാഗണറൊക്കെ ഫുൾ ആവും. മറ്റേ വലിയ വണ്ടി ആണെങ്കിൽ 30 ഡീസൽ ആണെങ്കിൽ പെട്രോൾ ആണ് കൊടുക്കും. 30 ലിറ്റർ പെട്രോൾ. ഈ ഓണം സ്പെഷ്യൽ ഓഫർ ആണ്. എത്രാം തീയതി വരെ വണ്ടി എടുക്കുകയാണെങ്കിൽ? അല്ലെങ്കിൽ ഈ വീഡിയോ ഒരു കൊല്ലം കഴിഞ്ഞ് കാണുകയാണെങ്കിൽ സെപ്റ്റംബറിലെ 4-ആണല്ലോ ഓണം. സെപ്റ്റംബർ 20-ാം തീയതി വരെ കൊടുക്കും. സെപ്റ്റംബർ 20-ാം തീയതി വരെയുള്ള സ്പെഷ്യൽ ഓഫറാണ്. ഈ പ്രാവശ്യം നമ്മൾ വന്നിട്ട് എന്താ ഓഫർ ഉള്ളത് നോക്കിയാലോ? 2015 ഇയോണ് എത്ര റേറ്റ് വരുന്നത്? 1.85 മാഗ്ന പ്ലസ്. 2016 കിഡ് എത്ര റേറ്റ്? സിംഗിൾ ഓണർ RXT ആണ്. അത് 1.90 ഫുൾ ലോൺ. 1.90 വന്നപ്പോ മുതൽ എന്റെ കണ്ണിന്റെ മുകളിലേക്കാണ്. പക്ഷെ ഇവിടെ ലോൺ വരെ ഞാൻ കൂട്ടിയാക്കി. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഒറ്റ വാങ്ങാൻ കഴിയുന്നില്ല. ഞാൻ തൽക്കാലം യൂണിക്കാണ് ഉപയോഗിച്ചോളാം. സിന്റെ ഓഫർ നിങ്ങൾക്ക് ഇതേ 2018 SX 1.4 ഡീസൽ എന്ന് പറയുമ്പോൾ എന്തായാലും 20ന്റെ മുകളിൽ മൈലേജ് എന്തായാലും കിട്ടും. ലാസ്റ്റ് പനിൽ നമ്മൾ എത്ര പറഞ്ഞത്? 760 കൊടുക്കുക. ഫുൾ ലോണും ചെയ്തു തരാം. അതേപോലെ തന്നെ ഫോണിന്റെ എക്കോ സ്പോർട്ട് വരുന്നുണ്ട് 2016 മോഡലല്ലേ? 2015 4.4 ലക്ഷം രൂപ ഡീസൽ വണ്ടിയാണ്. ഓക്കെ. ഈ ഡസ്റ്റർ നോക്കുന്നുണ്ട് 2016 മോഡല് 5.4 കൊടുക്കുക. ഞാൻ അതേപോലെ തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ 800 നോക്കുകയാണെങ്കിൽ 2029 വരെ പേപ്പറുള്ള ഈ ഒരു 800 തരാൻ പോകുന്നത് വെറും 43 രൂപ. 2029 വരെ പേപ്പറുള്ള 43 രൂപ. ഫാൻസി നമ്പറിൽ 2007 CRDI 210 നമ്പർ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഹസൻ ഖാൻ പൂരം തുടങ്ങാൻ പോകുന്നത് നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്ത് കാക്കഞ്ചേരി അല്ലമീൻ യൂസർ കാറിലുള്ളത്. അപ്പൊ എന്തായാലും എല്ലാ വീഡിയോയിലും എല്ലാ പ്രാവശ്യവും പറയുന്ന ഒരൊറ്റ കാര്യമാണ്, വണ്ടി എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്യുക. സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. വണ്ടി കാണിക്കുന്ന ഉത്തരവാദിത്തം എനിക്കും, വണ്ടി കൊടുക്കുന്ന ഉത്തരവാദിത്തം ഹസൻ ഖാനും, വണ്ടി എടുക്കുമ്പോൾ നോക്കിയെടുക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കുമാണ് ഉള്ളത്. അപ്പൊ എന്തായാലും വീഡിയോ തുടങ്ങാൻ പോവാണ്. അതിന് നമ്പർ കൊടുത്തിട്ട് വേഗം വിളിച്ചോട് മിസ്സാക്കാൻ നിൽക്കണ്ട. 800 നമ്മൾ 2004 സ്റ്റാൻഡേർഡ് ആണ്. 29 ഇൻഷുറൻസ് പുതിയത് അടച്ചു കൊടുക്കാം. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? ലാസ്റ്റ് ഫൈനൽ 42 രൂപ കൊടുക്കും. 42 രൂപ കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോ 2006 LXi 26 വരെ പേപ്പർ. എത്ര വയ്ക്കുന്നത്? 70 രൂപ. 26 വരെ പേപ്പറുള്ള LXi 70 രൂപ. ഓക്കെ. ഈ ഒരു ആൾട്ടോ 2006 LXi 75 രൂപ. 2006 26 വരെ പേപ്പറുള്ള LXi 75 രൂപ. സ്കോർപിയോ 2007 CRDI ആണ്. 27 പേപ്പർ. ഹൈ ക്വാളിറ്റി വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത് ലാസ്റ്റ് ഫൈനലി? ലാസ്റ്റ് 2.10 കൊടുക്കാം. 2.10 കാര്യങ്ങളൊന്നും ഇല്ല. വാട്ടർ ചാനലും കാര്യമൊക്കെ പക്ക വണ്ടി. ഓക്കെ. ഈ ഒരു ഐറ്റണോ? ആ ഐറ്റന് 2008 ആണ്. 28 വരെ പേപ്പർ. 28 വരെ പേപ്പർ. ഓണർഷിപ്പ് 5-6 ആയിട്ടുണ്ട്. അത് 80 റുപ്യ കൊടുക്കാം. ചെറുതായിട്ട് എടുക്കുന്ന പാർട്ടിക്ക് വൃത്തിയാക്കാണ്ട് വണ്ടി. റണ്ണിങ് കണ്ടീഷൻ ആണ്. കിലോമീറ്റർ റീഡിംഗ് ഒന്നും വർക്കിംഗ് ഇല്ല. 80 റുപ്യക്ക് കണ്ടീഷനിൽ കൊടുക്കുക. AC പവർ സ്റ്റിയറിംഗ് പവറിന്റെ ഒക്കെ വർക്കിംഗ്. 80 റുപ്യ. ഇത് 2011. ഇത് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 87,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1.35 കൊടുക്കാം. 1.35 കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോ 2006 LXi. എത്ര പൈസ വരുന്നത്? പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് 73 റുപ്യ കൊടുക്കും. 73 ഒരു ഇവന്റെ കണക്കല്ലേ ഇപ്പൊ ആൾട്ടോ വരുന്നത്? ഓക്കെ. ഈ ഡസ്റ്റർ 2016 110 ഓട്ടോമാറ്റിക്. 2016 110 ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1.5 ഓടിയുണ്ട്. റീപ്ലേസ് എന്താണോ? ഒന്നും റീപ്ലേസ്. ലാസ്റ്റ് ഫൈനൽ ക്വാളിറ്റി വണ്ടിയാ. ലാസ്റ്റ് 5.20 കൊടുക്കാം. 5.20. എത്ര ലോൺ കയറും? ആവശ്യക്കാർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ ഇല്ല കസ്റ്റമർക്ക് കേട്ടോ. ഓക്കെ. ഈ എക്കോസ്പോർട്ട് എങ്ങനെ ഡീറ്റെയിൽസ്? എക്കോസ്പോർട്ട് 2015 ആംബിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പ് കേരള വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ 1.10 ഓടി. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? 4.25 രൂപ. ലാസ്റ്റ് എത്ര ലോൺ കയറും? 4.25 രൂപ ലോൺ കയറും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ക്രെറ്റ 2018 1.4 ഡീസൽ SX ആണ്. സോറി SX അല്ലേ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 1.7 ഓടി. സിംഗിൾ ഓണർ. കറക്റ്റ് കമ്പനി. ഒന്നും റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പൈസ 7.60 കൊടുക്കാം. 2018 കേരള ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 7,60,000 ഫുൾ ലോൺ. ഓക്കെ. ഈ ബ്രസ 2018 ഓട്ടോമാറ്റിക്. 2018 ഓട്ടോമാറ്റിക് ഡീസൽ ആണോ? ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 96,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണോ? ഒന്നും റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പൈസ 7.40. 7,40,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 7 രൂപയുടെ മുകളിൽ ലോൺ കയറും. ഓക്കെ. ആ കിഡ് വരുന്നത്? കിഡ് 2016. അതെ. RXT ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണോ? ഒന്നും റീപ്ലേസ്. ലാസ്റ്റ് ഫൈനൽ പൈസ 1.90 ഫുൾ ലോൺ ചെയ്തു. 1.90 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആണോ? 2015 മാഗ്ന പ്ലസ്. ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ 74,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണ്ടോ? ഒന്നും റീപ്ലേസ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് 1,85 കൊടുക്കാം. 1,85,000. ഓക്കെ, ഈ ഒരു ആണോ? ഇത് 2017 സെക്കൻഡ് ഓണർഷിപ്പ്. 2017 സെക്കൻഡ് ഓണർഷിപ്പ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്താണ്ടോ? ഒന്നും റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 2,20 കൊടുക്കാം. 2,20. മാഗ്ന പ്ലസ് അല്ലേ? ഇറാ പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, ഈ കിട്ടിയത് നമ്മൾ വരുന്നത് അത് 2018 സിംഗിൾ ഓണർ. 2018 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 59,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താ? RST അല്ലേ? RST ആണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് 2,60 കൊടുക്കാം. 2,60,000. മാക്സിമം ലോൺ ചെയ്തു കൊടുക്കാം. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റോ? 2012 മോഡൽ. 2012 മോഡൽ സ്വിഫ്റ്റ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ്. ഡീസലോ പെട്രോളോ? ഡീസൽ വീഡിയോ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,20. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ചെറിയ 2012 ചെറിയ പരിക്കില്ല വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് അടിച്ചിട്ട് നമുക്ക് 2,50 കൊടുക്കാം. 2,50,000. ഓക്കെ, ഡീസൽ വണ്ടി. ഈ സ്വിഫ്റ്റോ? അത് 2015 LXI. 2015 LXI. LXI ഓപ്ഷണൽ 2 ഡോർ വിൻഡോ വരുന്ന വണ്ടി. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3. കിലോമീറ്ററോ? കിലോമീറ്റർ 86,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ? ഇത് ഫൈനൽ നമുക്ക് 3,35 കൊടുക്കാം. 3,35 കൊടുക്കാം. 2016 LXI. 2015 3,35 കൊടുക്കാം. ഓക്കെ, ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ? 14-15. 14-15 ഡീസൽ അല്ലേ? ഡീസൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,15 ഓടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ? 3,85 കൊടുക്കും. 3,85,000. 14 മോഡൽ 15 വയസ്സ്. ഓക്കെ, ആ ഒരു വെനി ഏതാ മോഡൽ വരുന്നത്? 2020 SX ആണ്. 2020 SX. ഡീസൽ വണ്ടി 50,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 8,70 കൊടുക്കാം. ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ്. സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. സൺറൂഫ് ഫുൾ ഓപ്ഷൻ. SX ഓപ്ഷണൽ SX ആണ്. 8,70. 8,70. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ഏകദേശം ഫുൾ ലോൺ തന്നെ കയറും. ഓക്കെ, എക്സ്ക്രോസോ? എക്സ്ക്രോസ് 2018. 2018. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ ആണ്. 1.5 ഓടിയുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ കുറച്ച് വീഡിയോയിൽ കാണിച്ചോണ്ട് ഇത് പോയില്ല. എന്താ പ്രൈസ് ആയിട്ട് കുറച്ചാലോ? പ്രൈസ് കുറച്ചിട്ട് കൊടുക്കാം. 6,40 കൊടുക്കാം. 2018 ഹൈബ്രിഡ്. 2018 ഹൈബ്രിഡ് ഡീസൽ. 6,40 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ബ്രസ നമ്മൾ വരുന്നത്? ബ്രസ 2018 ZDI ഓട്ടോമാറ്റിക്. 2018 ZDI ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്ററോ? 97,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ഡീസൽ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 8,10 കൊടുക്കാം. 8,10,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ എക്കോസ്പോർട്ട് ഏതാ മോഡൽ? എക്കോസ്പോർട്ട് 2017 ആംബിയന്റ് തന്നെ അതും. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 1,43,000 കിലോമീറ്റർ ഓടി. കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 5 പുത്തണ്ടായിരം സ്റ്റെപ്പിന് അടക്കം പുതിയ ടയർ. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ലാസ്റ്റ് ഫൈനൽ 5,20 കൊടുക്കാം. 5,20,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അതെ, മാക്സിമം. ഓക്കെ, നമ്മൾ വരുന്നത് 2018 ഡീസൽ. 2018 ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 90 ഓടിയുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ഇത് ഫുള്ള് ലോണിൽ 5,85,000 റുപ്യക്ക് 2018 ഡീസൽ വണ്ടി കൊടുക്കാം. കേരള വണ്ടിയാണ്. അതൊക്കെ 5,85 ലാസ്റ്റ് ഫ്രഷാണ് കൊടുക്കണത്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്തു. ഓക്കെ, ഈ ഒരു എക്കോസ്പോർട്ടോ? അത് ചാകരനാണല്ലോ. 3 ഉണ്ട്. എക്കോസ്പോർട്ട് ഏതാ മോഡൽ? ഇത് 2015 ടൈറ്റാനിയം പ്ലസ്. 2015 ടൈറ്റാനിയം പ്ലസ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4th ഓണർ ആയിരിക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 91,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ 4,65. 4,65,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഏകദേശം 4 വരെ എന്തായാലും കയറും. ഓക്കെ, ഐറ്റം ഏതാ മോഡൽ വരുന്നത്? 2017. 2017 ഐറ്റം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസൽ പെട്രോളോ? പെട്രോൾ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? ഒന്നും റീപ്ലേസ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 3,30 കൊടുക്കാം. 3,30,000. ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്തു. ഓക്കെ, ഈ ഒരു ടിയാഗോ? 2019 സിംഗിൾ ഓണർ. 2019 സിംഗിൾ ഓണർഷിപ്പ്. XM ആണ് സിംഗിൾ ഓണർ. കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ല. 78,000 കിലോമീറ്റർ കമ്പനി സർവീസ്. സെക്കൻഡ് ചാവി എല്ലാ. റീപ്ലേസ് എന്താണോ? ഒന്നും റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ? ലാസ്റ്റ് ഫൈനൽ നമുക്ക് 3,35,000 റുപ്യക്ക് ഫുള്ള് ലോൺ. 2019 XT പെട്രോൾ 3,30,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്തു. ഓക്കെ, ഈ ബീറ്റോ? ഡീസൽ പെട്രോൾ? 2012 ഡീസൽ LT ആണ്. 2012 ഡീസൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? 95,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. 75,000. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 1,15 കൊടുക്കാം. 1,15,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. സാധാ ബീറ്റ് ഇപ്പൊ നമ്മൾ 45 നാൾ കാണിച്ചു. ആ ബീറ്റ് അല്ല ഈ ബീറ്റ്. സാധനം വ്യത്യാസമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് KUV 100 K2 പ്ലസ് ആണ്. K2 പ്ലസ് പറഞ്ഞ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഏതാ മോഡല്? 2016 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ലാസ്റ്റ് ഫൈനൽ 2,60 ഫുള്ള് ലോൺ കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. 3 സിലിണ്ടർ ആണ്. മൈലേജ് ഉണ്ടാവും. ഓക്കെ, 2,60 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അതെ, ഫുള്ള് ലോൺ ചെയ്തു. ഓക്കെ, ഈ ഒരു റിച്ചോ? അത് 2013 VDI ആണ്. 2013 ഡീസൽ. VDI സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ 1,06,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണോ റീപ്ലേസ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് ഫൈനൽ നമുക്ക് 2,80,000 രൂപ. 2013 280 ഡീസൽ 2.5 വരെ ഫൈനാൻസ് ആവശ്യം. ഓക്കെ ഈ റിഡ്സോ ആ റെഡ്സ് 14 2014 വീഡിയോ. റീപ്ലേസ് എന്താണോ റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര ലാസ്റ്റ് ഇതൊരു പാർട്ടി പാർക്കിംഗ് സൈഡിൽ വെച്ച വണ്ടിയാണ്. ആ അത് വില മാറ്റം ഉണ്ടാവും. 3,40 പോലെ ആസ്ക് ചെയ്യണേ നമുക്ക് പാർട്ടി വരുമ്പോ അങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ഒരു റിഡ്സ് ഇത് 2014 പെട്ടി പീസ്. 2014 പെട്ടി പീസ് VXI പെട്രോള്. പെട്രോൾ ആണ്. ഓൺഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ 70. ആ ഡാഷ്ബോർഡും കാര്യങ്ങൾ ഡോൾ ടൗൺ കളറൊക്കെ വരിക. റീപ്ലേസ് എന്താണോ ഒന്നും റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 295. 295 മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം 2.25 വരെ കയറും. ഓക്കെ ഈ നെക്സ്റ്റ് ഒന്ന് i20 ആസ്റ്റോ ഓപ്ഷണലാ. ഡീസൽ പെട്രോളോ പെട്രോള്. പെട്രോൾ ഓൺഷിപ്പ് ആരത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഏതാ മോഡല് 2016 കിലോമീറ്ററോ കിലോമീറ്റർ 72,000. റീപ്ലേസ് എന്താണോ റീപ്ലേസ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി. ഓക്കെ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് 490 കൊടുക്കല. 490 മാക്സിമം ലോൺ ചെയ്തു. 460 ഫൈനാൻസ് ചെയ്തു. ഓക്കെ ഈ ഒരു i20 അത് 2015 ആസ്റ്റ. 2015 ആസ്റ്റ് ആണ് വരുന്നത്. ഓൺഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ 84. ആ റീപ്ലേസ് എന്താണോ റീപ്ലേസ് ഒന്നുമില്ല. പെട്രോൾ തന്നെയാണ്. ലാസ്റ്റ് ഫൈനൽ ഇത് 480 കൊടുക്കാം. 4,80,000 മാക്സിമം ലോൺ ചെയ്തു. അതെ അതെ. ഓക്കെ ഈ ഒരു i20 പുതിയ മോഡല് i20 2016 2016 പമ്പർ ന്യൂ ടൈപ്പ് ആക്കിയതാ. ആ ഞാൻ അതാ ഡൗട്ട് അടിച്ചത്. 19 പമ്പർ വരാം. 2016 ഡീസൽ സ്പോർട്സ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ 94 ഓടി. റീപ്ലേസ് എന്താണോ റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഒരു ഓഫർ പ്രൈസിൽ 4 റുപ്യ കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് ഫുൾ 2016 ഡീസൽ അല്ലേ? ഡീസൽ ആണ്, സ്പോർട്സ് ആണ്, ഫുൾ കവർ ഇൻഷുറൻസ്, ഫുൾ ടാങ്ക് ഡീസൽ ഒക്കെ അടിച്ചിട്ട് 4 റുപ്യ. 4 ലക്ഷം രൂപയാണ് കൊടുക്കുക. അതെ. ഓക്കെ ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ ഇനി ഒരു സടാൻ വണ്ടി ഉണ്ടായിട്ട് പറഞ്ഞ ഏതാ മോഡൽ വരുന്നത്? 2015 SX 2015 SX ന്യൂ ടൈപ്പാ വരിക. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.5 ഓടി കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. പ്രൊജക്ടഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരും. സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് പ്രോപ്പർ സർവീസില്ല വണ്ടി. എത്ര ഓടിക്കുന്നത്? ഇത് 1.5 ഓടി ഉണ്ട്. 2015 പ്രൈസ് എത്ര? ഇത് 460 ആണ്. ഇതിൽ പൊട്ടിച്ച് കൊടുക്കാം. 460 ചോദ്യം വരുന്നത്. ലാസ്റ്റ് 4 വരെ കൊടുക്കാം. ഓക്കെ നെക്സോൺ 2018 സിംഗിൾ ഓണർ. 2018 സിംഗിൾ ഓണർ ഡീസൽ ഡീസൽ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഓടി 110. ക്വാളിറ്റി ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് 530 ഏകദേശം ഫുള്ള് ലോൺ ചെയ്തു. മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ ഇനി ഒരു എർട്ടിക 2013 ZDI പ്ലസ്. ZDI 2013 ഡീസൽ വണ്ടിയാണ്. ഓണർഷിപ്പ് 4th ആയിക്കണത്. കിലോമീറ്റർ 135 ഓടി. റീപ്ലേസ് എന്താണോ? ഇല്ല റീപ്ലേസ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 380 കൊടുക്കാം. 3,80,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 3,000 റുപ്യ ഫൈനാൻസ്. ഓക്കെ ഈ ഒരു ഇന്നോവ 2010 ഇന്റർകൂളർ. 2010 ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 190 ഓടി. 7 സീറ്റർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് 395 ലാസ്റ്റ് കൊടുക്കും. 395 ഫൈനൽ ആക്കാം. ഓക്കെ ഈ ഒരു ഇന്നോവ 2014 G4. 2014 G4 ഇന്റർകൂളർ റീവണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 170 ഓടി. 170. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് 785 കൊടുക്കാം. 7,80,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 6 റുപ്യ ലോൺ 6 ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ഒരു ഇന്നോവ 2012 G4 ഇന്റർകൂളർ. 2012 G4 7 സീറ്റർ തന്നെ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 178. റിയൽ ഇതൊക്കെ അറിയാം. റീപ്ലേസ് എന്താ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് 585 കൊടുക്കാം. 585 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം 4 റുപ്യ കയറുള്ളൂ. ഓക്കെ ഈ ഒരു ഇന്നോവ അത് 2008 G4. ഓണർഷിപ്പ് ആരത്? ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 160. റീപ്ലേസ് എന്താണോ? ഇല്ല റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് നമുക്ക് 2,65,000 റുപ്യ ഓഫർ പ്രൈസ്. 265 ഓഫർ പ്രൈസ്. 2008 പേപ്പറിലാണ്. 2008 ഇന്നോവ 260 ഓഫർ പ്രൈസിന് കൊടുക്കാം നമുക്ക് അല്ലേ? ഓക്കെ ഈ ഒരു ഇന്നോവ ഏതാ മോഡൽ വരുന്നത്? അത് 2008 കേരള വണ്ടി വി. 2008 കേരള വണ്ടി വി. ഓണർഷിപ്പ് 6 ഓണർഷിപ്പ്. മറ്റേ 8 സീറ്റർ ആണ് വരുന്നത്. 8 സീറ്റർ ആണ്. കേരള വണ്ടിയാണ്. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. എന്തായാലും വൃത്തിയാക്കണ്ട്. ഓക്കെ ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് 365 കൊടുക്കാം. കേരള വണ്ടിയാണ്. 360 കൊടുക്കാം. ഓക്കെ ഈ ഒരു എർട്ടിക അത് 2013 ZDI. 2013 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസിലുണ്ട്. റീപ്ലേസ് ഒന്നും. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 170 ഓടി കറക്റ്റ് സർവീസ് ഉണ്ട്. ഓക്കെ ഡീസൽ ആണ് വരുന്നത്. ZDI ആണ്.
ലാസ്റ്റ് പെൻ എത്ര? 410 കൊടുക്കാം. 410 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ഒരു 3.5-3.60 ലോൺ. ഓക്കെ. കട്ടിന് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഈ ഐറ്റം 2019 മേഖല. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 90 ഓടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് പെൻ എത്ര? ഇത് 3.70 കൊടുക്കാം. 3.70 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഐറ്റണോ? ഇത് 2016 സ്പോർട്സ് സിംഗിൾ ഓണർ. 2016 സ്പോർട്സ് സിംഗിൾ. ഇതൊക്കെ പെട്രോൾ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 76,000 സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ലാസ്റ്റ് പെൻ പൈസ എത്ര? ഹൈ ക്വാളിറ്റി വണ്ടി 3.45 കൊടുക്കാം. 3.40 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ എല്ലാവരും 3.25 എന്തായാലും കയറും. ഓക്കെ. ഈ ഒരു ഐറ്റണോ? ഇത് 2015 സ്പോർട്സ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. പെട്രോൾ തന്നെ? പെട്രോൾ. കിലോമീറ്റർ 52 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നും. ലാസ്റ്റ് പെൻ പൈസ 2.95 കൊടുക്കാം. 2.95 മാക്സിമം ലോൺ ചെയ്ത് ഫുൾ ലോൺ ചെയ്ത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. പോളിസി ഏതാ മുകളിൽ ഇരുന്നത്? 2003 കേരള വണ്ടിയാണ്. 2003 കേരള. എത്ര വരെ പേപ്പർ ഉണ്ട്? 30 വരെ പേപ്പർ ഉണ്ട്. ഞാൻ വണ്ടി പഠിച്ച ഇതിന്റെ മുകളിലാട്ടോ. പോളിസിന്റെ മുകളിലാണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസും കാര്യമൊന്നും അല്ല. ഈ ഒരു കണ്ടീഷനിൽ എത്ര കൊടുക്കാം? 2030 വരെ പേപ്പർ ഇല്ലേ? 30 വരെ പേപ്പർ എടുത്ത് കൊടുക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പേരിലാണ് വണ്ടി ഇപ്പൊ ഉള്ളത്. സിംഗിൾ ഓർഡർ വണ്ടി, മലപ്പുറം വണ്ടി, കേരള വണ്ടി. ഓക്കെ. ഏത് യൂണിവേഴ്സിറ്റിന്റെ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ വണ്ടി വരും. ലാസ്റ്റ് എത്ര കൊടുക്കും? ഇത് ലാസ്റ്റ് 1,65,000 റുപ്യക്ക് 30 വരെ പേപ്പർ എടുത്ത് കൊടുക്കും. 2030 വരെ പേപ്പറുള്ള പോളിസി. റിനീവൽ പുതിയത്. സെൻട്രൽ AC വരെ വർക്കിംഗ് ഇല്ല വണ്ടി. പാച്ച് വർക്കോ കാര്യങ്ങളോ ഇല്ല. വാട്ടർ ചാലും കാര്യമൊക്കെ ഉണ്ട്. പക്കാണ്. 1.60 കോളിസി കേട്ടോ. 2030 വരെ പേപ്പറുള്ള കോളിസി 1.60. ഓക്കെ. 90 റുപ്യൊക്കെ കോളീസ് ഉണ്ട്. TT അടിച്ച് ഗ്യാരണ്ടി വരും. ഇത് തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഈ ഒരു ഐറ്റണോ? ഇത് 2015 ആസ്റ്റ. സോറി 14 ആസ്റ്റ. 2014 ആസ്റ്റ. അതെ അതെ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ തന്നെ? പെട്രോൾ ആണ്. 1.12 ഓടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എത്ര വയ്ക്കുന്നത് ലാസ്റ്റ് ഫൈനൽ? ഇത് 3,25,000 റുപ്യ കൊടുക്കാം. 3.25 ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഐറ്റണോ? ഇത് 2014 മേഘന. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഒക്കെ പെട്രോൾ തന്നെയാണല്ലോ? ഒക്കെ പെട്രോൾ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര? ഇത് 2,95,000 റുപ്യ. എത്ര ഓട്ടോ ഓടിക്കണേ? ഓട്ടം 75. ഇതൊക്കെ ഓട്ടം കുറവാകും. മൈലേജ് കുറവാണ്ടാകാം. മൈലേജ് കുറവാണ്. പെട്രോൾ 1.2 ഇഞ്ചാണ് വരിക. മൈലേജ് ഒരു 13-15 കണ്ടാൽ മതി. ഓക്കെ. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 2.95. 2.95. ഈ വാഗനറോ? 2018 VXI ഓട്ടോമാറ്റിക്. 2012 VXI ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് 3ാമത്തെ ഓണർ. കിലോമീറ്റർ 70. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് 3,75,000 റുപ്യക്ക് ഫുൾ ലോൺ കൊടുക്കും. 2018 ഓട്ടോമാറ്റിക് VXI ആണ്. 3.75 ഫുൾ ലോൺ ചെയ്തു. ഓക്കെ. ഈ ഒരു i20യോ? അത് i20 2013 സ്പോർട്സ് ആണ്. സ്പോർട്സ് 2013. 5 പുത്തൻ ടയർ. ഡീസലാ? പെട്രോൾ? ഡീസൽ. ഓണർഷിപ്പ്? 5 പുത്തൻ ടയർ. ഓണർഷിപ്പ് 3. കിലോമീറ്ററോ? കിലോമീറ്റർ 1,50,000 കിലോമീറ്റർ. അലോയൊക്കെ ഉണ്ടല്ലോ? അലവിലുണ്ട്. 5 പുത്തൻ ടയർ ഉണ്ട്. ഫാൻസി നമ്പർ. നമ്പർ i20 തന്നെ. ഫാൻസി നമ്പർ i20 ആണ്. വണ്ടി i20 ആണ്. വണ്ടിന്റെ ഫാൻസി നമ്പർ i20 ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്. ഇത് 2.45 ലാസ്റ്റ് പ്രൈസ്. 2.45 ഫൈനൽ ആയിട്ട് കൊടുക്കും. 2.25 ആവശ്യക്കാർക്ക് ലോൺ. ഓക്കെ. ഡിസൈർ നമ്മള്? ഇത് ഡിസൈർ 2017 ലാസ്റ്റ്. ന്യൂ ടൈപ്പ് വണ്ടി. ഡീസലാ പെട്രോളോ? ഡീസൽ അല്ല, പെട്രോൾ ആണ്. പെട്രോൾ. ഓണർഷിപ്പ്? ZXi പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരും. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടു. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 4.65 ഫുൾ ലോണിൽ കൊടുക്കാം. 4.65 നമ്പർ ബോർഡൊക്കെ ഒന്ന് കാണിച്ചു നോക്കി. 4.65 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നിസാൻ മൈക്ര നിസാൻ മൈക്ര 2017 CBT പെട്രോൾ ഓട്ടോമാറ്റിക്. കിലോമീറ്ററോ? കിലോമീറ്റർ 57,000. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ ഓഫർ പ്രൈസിൽ 3.70 കൊടുക്കാം. 3.70 2018 ഡീസൽ ഓട്ടോമാറ്റിക് കൊടുക്കാം. ഡീസൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് കൊടുക്കാം. പെട്രോൾ ഓട്ടോമാറ്റിക് ഉള്ളൂ. ഈ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അത് 2015 RST ഓപ്ഷണൽ എയർ ബാഗ് അടക്കം വരുന്ന വണ്ടി. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 2. കിലോമീറ്റർ 1.10 ഓടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് 1.85 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. 1.85 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ ഈ സ്വിഫ്റ്റ് 2015 ZXi പ്ലസ് ആണ്. ഓണർഷിപ്പ് 2. കിലോമീറ്റർ 1.5 ഓടി. റീപ്ലേസ് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 4.10 കൊടുക്കാം. 4.10 എത്ര മാക്സിമം ലോൺ ചെയ്തോ? 400 രൂപ ഫൈനാൻസ്. ഓക്കെ. ഈ സ്വിഫ്റ്റോ? 2008 28 വരെ പേപ്പർ. അതെ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4-5 ആയിട്ടുണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.24 ഓടി. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് 1.50 കൊടുക്കാം. 1.50 മാക്സിമം ലോൺ ചെയ്ത്. 2008 അല്ലേ? ഓക്കെ. ഈ ഒരു ഇയോണോ? 2013 ഇറ പ്ലസ്. 2013 ഇറ പ്ലസ്. ഓണർഷിപ്പ്?
ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 65. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് ഫൈനലി നമുക്ക് 1.40 കൊടുക്കാം. 1.40 2013 ഇയോൺ ഇറ. ഓക്കെ, ഏകദേശം ഫുള്ള് ലോണും കയറും. റെഡിഗോ 2016 16 സിംഗിൾ ഓണർ. എത്ര വഹിക്കുന്നത്? ഇത് 1.60 കൊടുക്കാം. കിലോമീറ്റർ 90,000 ഓണർഷിപ്പ് സിംഗിൾ ഓണർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 1.90. 1.90 1.60 ഫുള്ള് ലോൺ ചെയ്യും. 1.60 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു കിഡോ ഇത് 18 സെക്കൻഡ് ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് 1 ലിറ്റർ ആയി വരിക ഇഞ്ചൻ. കിലോമീറ്റർ 62,000 കിലോമീറ്റർ ഓടി. RXT ഓപ്ഷൻ അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് 2,80,000 കൊടുക്കാം. 2018 ഓട്ടോമാറ്റിക് 2018 ഓട്ടോമാറ്റിക് 2,80,000 കൊടുക്കാം. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അസൻക നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞില്ലേ? ഏകദേശം കഴിഞ്ഞ ഒരു 10 രൂപ വണ്ടി നമ്മള് സർവീസ് പോളിസി ഇന്ത്യ എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ട്. വണ്ടി വരാനുണ്ട്. അപ്പൊ എന്തായാലും അസൻഖാന്റെ നമ്പർ അടിയിൽ എന്തായാലും കൊടുക്കാം. എന്തായാലും നിങ്ങളെ വിളിച്ചിട്ടുള്ള ആൾക്കാർ വരാം. നമ്മളെ കറക്റ്റ് സ്പോട്ട് കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്താണ്. വിളിച്ചാൽ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഗൂഗിൾ മാപ്പ് ഒക്കെ കൊടുത്താൽ എത്താൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം കൊല്ലം കോട്ട എല്ലാ ആൾക്കാർക്ക് കാക്കഞ്ചേരി പെട്ടെന്ന് മനസ്സിലായി. കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ റോഡിൽ അല്ലമീൻ ലൊക്കേഷൻ വിട്ടുകൊടുക്കാം. ലൊക്കേഷൻ. അപ്പൊ എന്തായാലും അടി നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോട് മിസ്സാക്കാൻ നിൽക്കണ്ട.